അസ്സലാമു നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കോഴി നിറച്ചതിൻ്റെ റെസിപ്പിയാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ഒപ്പം വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കോഴി നിറച്ചത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴി. ജിമ്മിലൊക്കെ പോയിട്ട് നല്ല സ്ലിം ആയൊരു കോഴിയാണ്, അധികം ഫാറ്റൊന്നുമില്ല. അപ്പോൾ ഈ കോഴിയെ നമുക്ക് ഒന്ന് നിറച്ച് പൊരിച്ച് നോക്കാം. അപ്പോൾ ആദ്യം ഇതിനൊന്ന് കായം പരട്ടിയിട്ട് മസാലയൊക്കെ പുരട്ടിയെടുക്കാം. ഇനി ഈ ചിക്കൻ കായം പരട്ടി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മസാല തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ചെറിയ കോഴിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ട് 1 കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില എന്നിവയും ഞാനിതിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതുപോലെ 1 നാരങ്ങയുടെ നീര്, പിന്നെ 1 ടീസ്പൂൺ തൈര്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കോഴിയിലേക്ക് പുരട്ടി കൊടുക്കാം. ഈ മസാല എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് ഈ കോഴി ഒന്ന് നന്നായിട്ട് വരഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ മസാല കോഴിയുടെ എല്ലാ ഭാഗത്തും പുരട്ടി കൊടുക്കാം. വയറിൻ്റെ ഉൾഭാഗത്തും എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എങ്കിലേ നന്നായി മസാല പിടിച്ച് കിട്ടുകയുള്ളൂ. ഈ ചിക്കൻ ഇവിടെ നമ്മൾ മസാലയൊക്കെ പുരട്ടി നല്ല സുന്ദര കുട്ടപ്പിയാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് മസാല പിടിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ഒരു വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചെറിയ കോഴിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 1 സവോള എടുത്തത്. നിങ്ങൾ വലിയ കോഴിയാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ കൂടുതലാക്കിയിട്ട് എടുക്കണം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വല്ലാതെ വഴണ്ട് വരേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയേ വേണ്ടുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. 1 തക്കാളി അരിഞ്ഞത് കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കോഴിയിൽ ഓൾറെഡി മസാല പുരട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് അധികം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, എല്ലാം കുറേശ്ശെ ചേർത്താൽ മതിയാവും. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി എന്നിവയും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മളിവിടെ 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി മസാല പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വയ്ക്കേണ്ടതാണ്.
നമ്മുടെ കോഴി ഇപ്പോൾ 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഈ ഫില്ലിങ് കോഴിയുടെ വയറിനുള്ളിലേക്ക് നമുക്ക് നിറച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയ കോഴി ആയതുകൊണ്ട് അധികം ഫില്ലിംഗ് ഒന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ഫില്ലിങ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ ഇതിനുള്ളിലുള്ള ഫില്ലിങ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കാം. അതല്ലെങ്കിൽ സൂചി നൂല് ഉപയോഗിച്ചിട്ട് കാലും വയറുഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ഇതേ കടായിലേക്ക് തന്നെ വച്ച് കൊടുക്കുന്നുണ്ട്. പകരം കുക്കറിൽ വെച്ചു നമുക്കിതിനെ വേവിച്ചെടുക്കാവുന്നതാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിനെ മൂടി വെച്ചതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഉള്ളൊക്കെ വേകുന്ന രീതിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിനെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ ഗാർണിഷ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പിട്ട് വറുത്ത് കോരിയെടുക്കാം. പിന്നീട് 2 സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും നമുക്കൊന്ന് വഴറ്റി എടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ വഴണ്ട് വരുന്ന സവാളയിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അധികം മസാലയൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കൻ വേവിച്ച സ്റ്റോക്ക് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അധികം മസാലയൊന്നും വേണ്ട. അതിൽ തന്നെ ആവശ്യത്തിനുള്ള മസാലയൊക്കെ ഉണ്ടാവും. വേവിച്ചെടുത്ത ചിക്കൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ചതിന് ശേഷം അതേ കടായിൽ തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കുക. വേവിച്ചെടുത്ത ചിക്കൻ ആയതുകൊണ്ട് അധിക സമയം മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് ഈ കടായിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് വഴറ്റി വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഗ്രേവി ഒന്ന് കുറുകി വരണം. കുറുകി വരുമ്പോൾ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി മസാലയൊക്കെ പൊതിഞ്ഞിരിക്കുന്ന പരുവത്തിൽ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കോഴി നിറച്ചത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും സവോളയും ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.